ഒരു ഡൂക്ക് 390 എഞ്ചിൻ അഴിച്ചപ്പോൾ സെൻട്രൽ കേസിൽ കാണുന്ന കാഴ്ചകളാണ്. വണ്ടി ഓടിക്കുമ്പോൾ പഴയ പോലെയല്ല, ചെറിയൊരു ടാപ്പറ്റ് നോയ്സ് പോലെ തോന്നുന്നുണ്ടെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി റാമ്പിൽ കയറ്റിയത്. ഈ ഒരു പാർട്ട് KTM വണ്ടികളും ബജാജിൻ്റെ വണ്ടികളും യൂസ് ചെയ്യണം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഇതാണ് ഓയിൽ സ്ട്രെയിനർ. ഓയിൽ സ്ട്രെയിനർ ഇത്രയും ബ്ലോക്ക് ആയപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലായി. ഓയിൽ ഫിൽറ്ററിൻ്റെ അവസ്ഥയും കൂടി കാണിച്ചിട്ട് നമുക്ക് ഈ എഞ്ചിന് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ലിക്വിഡ് കൂൾഡ് വണ്ടികളിലാണ് ഈ പ്രതിഭാസം ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. അതെന്താണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചറിലും ഹൈ പ്രഷറിലും എഞ്ചിൻ ഓയിലും അതേപോലെ തന്നെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് തന്നെ കുറച്ച് കണ്ടാമിനൻസും കൂടി ചേർന്നിട്ടാണ് ഈ സ്ലഡ്ജ് ജനറേറ്റ് ചെയ്യുന്നത്. കണ്ടാമിനൻസ് ലൈക്ക് അൺബേൺഡ് ഫ്യൂവല്, അതേപോലെ തന്നെ വാട്ടർ, അതേപോലെ തന്നെ സ്മോൾ പാർട്ടിക്കിൾസ് ഓഫ് എൻജിൻ വെയർ, അതായത് എൻജിൻ്റെ പാർട്സ്, വെയർ ഔട്ട് ആവുന്ന പാർട്സ്, ഇതിൻ്റെയൊക്കെ ഒരു മിക്സും അതേപോലെ ഹൈ ടെമ്പറേച്ചറിൽ നിൽക്കുന്ന എൻജിൻ ഓയിലിൻ്റെ സർക്കുലേഷനും കൂടി ചേർന്നാണ് എൻജിൻ്റെ ഉള്ളിൽ ഈ സ്ലഡ്ജ് ജനറേറ്റ് ആവുന്നത്. ഇനി ഈ സ്ലഡ്ജ് ജനറേറ്റ് ആയിക്കഴിഞ്ഞാൽ എൻജിൻ്റെ ഉള്ളിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു. ഫസ്റ്റ് തന്നെ എൻജിൻ്റെ ഉള്ളിലുള്ള നാരോ ടൈപ്പ് ഹോൾസ്, അതായത് ഓയിൽ ജെറ്റുകൾ, അങ്ങനെയുള്ള ഓയിൽ സർക്കുലേഷൻ റൂട്ടുകളെല്ലാം ഫസ്റ്റ് തന്നെ ബ്ലോക്ക് ആവും. അങ്ങനെ എൻജിൻ്റെ ഹെഡിലേക്ക് ഓയിൽ എത്താണ്ടായി പോകും. ഹെഡിലോട്ടും അതേപോലെ തന്നെ ഓയിൽ സർക്കുലേറ്റ് ചെയ്യേണ്ട എല്ലാ ഭാഗത്തേക്കും ഓയിൽ പ്രഷർ കിട്ടാണ്ടായി പോകും. ഹെഡ് ബ്ലോക്കിൻ്റെ സൈഡ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ഓയിൽ എത്തിയിട്ട് ഒരാഴ്ചക്ക് മേളിലായിരുന്നു. അപ്പോൾ വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും ഒരു അബ്നോർമൽ നോയ്സ് നിങ്ങൾ കേൾക്കണമെങ്കിൽ അപ്പോൾ തന്നെ അടുത്തുള്ള ടെക്നീഷ്യനെ വണ്ടി ഒന്ന് കാണിക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മുടെ പേജ് മറക്കാതെ ഫോളോ ചെയ്തിടാം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.